ആലപ്പുഴയിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് അർദ്ധരാത്രി KSEB ഓഫീസ് നാട്ടുകാർ മത്സ്യത്തൊഴിലാളി ഉപരോധിച്ചു എന്ന വാർത്ത. പുന്നപ്ര KSEB ഓഫീസാണ് നാട്ടുകാർ ഉപരോധിച്ചത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെ പ്രശ്നം അവസാനിച്ചു. മനീഷ് മൊഹിപാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, പറയൂ, പ്രതിഷേധത്തിന്റെ കാരണവും ഒടുക്കവും തുടക്കവും ഒക്കെ പറയൂ. ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരപ്രദേശത്ത് ഇന്ന് രാത്രി 11:30 വരെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ പോകാതെ വീടുകളിലുള്ള സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി 11:30 പുന്നപ്ര പടിഞ്ഞാറ് സമരഭൂമി പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത്. അതായത് ഒരു വലിയ പ്രദേശമാണ്, അതായത് കാക്കാഴം, നീർക്കുന്നം, അമ്പലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏകദേശം 200 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ KSEB പ്രഖ്യാപിതമല്ലാതെ അപ്രഖ്യാപിതമായി വൈദ്യുതി മുടക്കിയത്. അതിനുശേഷം അവിടെയുള്ള ആളുകൾ, നാട്ടുകാർ പലതവണ KSEB ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ഇവർ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നു. പിന്നീട് 15ഓളം പേർ KSEB ഓഫീസിലെത്തി. അപ്പോഴാണ് അവിടെ KSEB ഓഫീസിൽ, അമ്പലപ്പുഴ വടക്ക് KSEB ഓഫീസാണ്, അവിടെ എത്തിയപ്പോഴാണ് ഒരു ജീവനക്കാരൻ മാത്രമാണ് KSEB ഓഫീസിലുള്ളത്. ഇതിനുശേഷം പ്രദേശത്ത് നിന്ന് കൂടുതൽ ആളുകൾ ഇത് അറിഞ്ഞ് പ്രതിഷേധിച്ച് അവിടുത്തെ മുൻ പഞ്ചായത്ത് അംഗം KS തോബിയാസിന്റെ നേതൃത്വത്തിൽ അവിടെ KSEB ഓഫീസിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒരു ജീവനക്കാരൻ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ കറണ്ട് പോകാൻ കാരണം, വൈദ്യുതി വിച്ഛേദിച്ചതിന്റെ കാരണം എന്താണെന്ന് പറയാൻ അയാൾക്കും അറിയില്ല. അങ്ങനെ ഈ ഓഫീസ് ഏറെ നേരം ഉപരോധിച്ചു. പിന്നെ അവിടെ പോലീസ് എത്തി, പുന്നപ്രയിൽ നിന്ന് പോലീസ് എത്തി. തുടർന്ന് 2:45 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെയാണ് ഇവർ ഉപരോധം അവസാനിച്ച് പിരിഞ്ഞുപോയത്. ഇപ്പോഴും വൈദ്യുതി മുടങ്ങാനുണ്ടായ കാരണം KSEB വ്യക്തമാക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓക്കെ, താങ്ക് യു മനീഷ്.